ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ജനറൽ ടോപ്പിക് ആണ്. അതായത് ഇപ്പം 4 വർഷത്തെ UG പ്രോഗ്രാം ആണ് എല്ലാ സർവകലാശാലകളിലും കേരളത്തിൽ ഇപ്പം നിലവിൽ ലാസ്റ്റ് ഇയർ മുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വർഷം മുതൽ 4 വർഷ ബിരുദം എല്ലാ സർവകലാശാലകളിലേക്കും എന്നുള്ളൊരു ന്യൂസ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനിയുള്ള കുട്ടികൾ, അതായത് ഇപ്പം +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്കുള്ള ഒരു സംശയമായിരിക്കും എന്താണ്, എങ്ങനെയാണ് ഇനിയുള്ള UG പ്രോഗ്രാംസ് എന്നുള്ളത്. അപ്പൊ ലാസ്റ്റ് ഇയർ പോലെ തന്നെ FYUGP, അതായത് 4 ഇയർ UG പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് ഇനിയുള്ള നിങ്ങളുടെ ബിരുദ പ്രോഗ്രാമുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ 4 വർഷ ബിരുദ കോഴ്സ് എല്ലാ സർവകലാശാലകളിലേക്കും വ്യാപിപ്പിക്കും എന്നുള്ളതാണ്. കാരണം ഇതിനോടകം കുറച്ചധികം സർവകലാശാലകൾ അതിൽ നിന്ന് വിട്ടു നിന്നിരുന്നു എന്നുള്ള ഒരു പരാതി ഉയർന്ന അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ രൂപരേഖ സർക്കാർ ഉൾപ്പെടെ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ വർഷം മുതൽ തന്നെ മാതൃക ഏകീകൃത അക്കാദമിക് കലണ്ടറിന്റെ അടിസ്ഥാനത്തിലാണ് 4 വർഷ ബിരുദ കോഴ്സ് ആരംഭിച്ചത്. അതായത് ഒരു കുട്ടി ജോയിൻ ചെയ്യുമ്പം ആ കുട്ടിക്ക് 4 വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളത് കലണ്ടർ പ്രകാരം കൊടുക്കുന്നുണ്ട്. സോ ഒരു അക്കാദമിക് കലണ്ടർ പ്രകാരമാണ് അത് പോകുന്നത്. സോ ആ ഒരു സിസ്റ്റത്തിലേക്ക് എല്ലാ സർവകലാശാലകളും മാറുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലർ, കേരള, MG, കാലിക്കറ്റ്, കണ്ണൂർ, മലയാളം, കുസാറ്റ്, ശ്രീ ശങ്കര സംസ്കൃത സർവകലാശാല, ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല പ്രതിനിധികളുമായി ചേർന്ന യോഗത്തിലാണ് ഈ അക്കാദമിക് കലണ്ടർ അംഗീകരിച്ചത് എന്ന് പറയുന്നു. അതായത് കേരളത്തിൽ ഇപ്പൊ നിലവിലുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും മറ്റ് യൂണിവേഴ്സിറ്റികളുമാണ് ഇതിന്റെ ഭാഗമാവാൻ പോകുന്നത്. അപേക്ഷ ജൂൺ 7 വരെയാണെന്ന് പറയുന്നു. സോ +2 പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്നത്. അതായത് വളരെ കുറഞ്ഞ കാലയളവിൽ തന്നെ അഡ്മിഷനും അതുപോലെ തന്നെ അലോട്ട്മെന്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. വളരെ സമയബന്ധിതമായിട്ട് അവർ പരീക്ഷകൾ ക്രമീകരിക്കും. 1ാം സെമസ്റ്റർ പരീക്ഷ ഏകദേശം ജൂലൈയിൽ ക്ലാസ് തുടങ്ങി നവംബർ 3 മുതൽ നടത്തും എന്ന് പറയുന്നുണ്ട്. അപ്പൊ വ്യക്തമായ ഓരോ സെമസ്റ്ററിനും പരീക്ഷകൾ കറക്റ്റ് ആയിട്ട് അവർ കൊണ്ടുപോകാനാണ് അവരുടെ പ്ലാന്. അതുപോലെ തന്നെ ആദ്യത്തെ വർഷം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് മേജർ വിഷയങ്ങൾ മാറ്റാനും കോളേജ് മാറ്റാനുള്ള അവസരവും ഉണ്ട് എന്ന് പറയുന്നു. കോളേജ് തലത്തിൽ തന്നെ മേജർ വിഷയ മാറ്റങ്ങൾക്കും ശേഷം ഒഴിവ് വരുന്ന സീറ്റുകൾ സർവകലാശാലയെ അറിയിക്കണം എന്നുള്ളത്. അപ്പോൾ കുറച്ചും കൂടി സുതാര്യമായ രീതിയിൽ UG പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇനി കേരളത്തിൽ വരാൻ പോകുന്നത്. സോ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ അവരുടെ പ്രോഗ്രാം ചേഞ്ചും അതുപോലെ തന്നെ കോളേജ് മാറാനുള്ള അവസരവും അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് കൊണ്ടുപോകുന്നു. സ്കിൽ എൻഹാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. തൊഴിലധിഷ്ഠിതമായിട്ടുള്ള രീതിയിലാണ് കുട്ടികളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിയുമ്പോൾ UG കഴിയുമ്പോൾ തന്നെ അവർക്ക് ജോലി സാധ്യതകളുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് ഈ 4 വർഷ ബിരുദം എല്ലാ രീതിയിലും മുന്നോട്ട് പോകുന്നത്. വളരെ ആശാവഹമായ കാര്യമാണ് ഈ ന്യൂസ് പേപ്പർ കട്ടിങ്ങിലൂടെ അറിയിക്കുന്നത്. അപ്പം എല്ലാ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റി ഓപ്പൺ സർവകലാശാല ഉൾപ്പെടെ ഈ ഒരു ഘട്ടത്തിലേക്ക് മാറാൻ പോവാണ്. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനും വേണ്ടി. താങ്ക് യു സോ മച്ച്.